ബാക്ക് ടു ആർക്കെ ക്ലാസ്സസ്. മക്കളെ, +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ +1 സയൻസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ആർക്കെ ക്ലാസ്സസ് ഈ വർഷം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് യൂട്യൂബ് വഴി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ എല്ലാ സബ്ജക്റ്റിനെയും ചാപ്റ്റർ വൈസ് നോട്ട് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. NCERT സൊല്യൂഷൻ കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. നിങ്ങൾക്ക് 3rd ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങളവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എവിടെ 3rd ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ഇവിടെ അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2nd ഓപ്ഷൻ കൊടുത്ത സ്കൂളിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ പണി പാളും. നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ പുറത്താക്കപ്പെടും. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 3rd ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓക്കെ ആണെങ്കിൽ അവിടെ പെർമനൻ്റ് ആയിട്ട് ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാം. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എങ്ങനെയാ, ഇവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കണം. മറക്കരുത്, ടെമ്പററി അഡ്മിഷൻ എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ് നിങ്ങൾ പുറത്താക്കപ്പെടും. ഓക്കെ, ഇനി 2ാമത്തെ കാര്യം, നിങ്ങൾക്ക് 3rd ഓപ്ഷനിലാണ് അഡ്മിഷൻ കിട്ടിയത്. നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ എടുക്കുക. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക? 2nd ഓപ്ഷനും ഫസ്റ്റ് ഓപ്ഷനും വേണ്ടി വെയിറ്റ് ചെയ്യാം. ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് താഴോട്ടുള്ള എല്ലാ സ്കൂളുകളും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് 2ണ്ടിലേക്കോ ഫസ്റ്റിലേക്കോ പോകാൻ പറ്റും. ഇനി 2nd അലോട്ട്മെൻറ്റ് വന്നു. 2nd അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് 2nd ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് 2nd ഓപ്ഷൻ കൊടുത്ത സ്കൂളിലേക്ക് പോകാം. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്തിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുക ഈ 2nd നല്ലത് 3rd ആയിരുന്നു എന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ അല്ല. 2nd കിട്ടുന്നതോടുകൂടി 3rd എന്ത് ചെയ്തു, എലിമിനേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് 2nd അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.